പ്രിയ വിദ്യാർത്ഥിനികളെ, നാളെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ SSLC എക്സാം എഴുതുകയും മറ്റൊരു കൂട്ടം വിദ്യാർത്ഥിനികൾ +2 എഴുതുകയും ചെയ്യുക. എവർക്കും വിജയാശംസകൾ. നല്ല ഒരു പരീക്ഷ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരീക്ഷ എഴുതുമ്പോൾ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ട ആദ്യത്തെ ഭാഗം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററോട് ചോദിക്കുക. ചോദിച്ചിട്ട് മാത്രമേ പൂരിപ്പിക്കാവൂ. തെറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ നമ്പർ അത് തെറ്റാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, വളരെ കൂളായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി അവസാന നിമിഷമല്ല ചെല്ലേണ്ടുന്നത്. 10-15 മിനിറ്റ് കൂൾ ടൈം എന്ന് പറയത്തില്ലേ, 10-15 മിനിറ്റ് മുമ്പ്, അതിനു മുമ്പേ കലാലയത്തിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുക. പിന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഈ പരീക്ഷ എഴുതുമ്പോൾ ആദ്യം മുതൽ ക്രമമായിട്ട് എഴുതാൻ സാധിക്കുന്നവരാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം 1 to 30 അല്ലെ 1 to 50, 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ക്രമമായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അത് സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം നോക്കുന്നവർക്ക് എളുപ്പമാണ്. A പാർട്ട്, B പാർട്ട്, C പാർട്ട്, D പാർട്ട് എന്നൊക്കെ വരത്തില്ലേ. A പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ പാർട്ട് A തന്നെ എഴുതണം അവിടെ, എന്നിട്ട് താഴോട്ട് എഴുതാവും. പിന്നെ പാർട്ട് B, C, അങ്ങനെ പാർട്ട് B, C എഴുതിയാണ് നമ്പർ താഴോട്ടുണ്ടാവും. ഒരു പക്ഷേ പാർട്ട് എയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും അവസാനം ആൻസർ ചെയ്യുന്നതെങ്കിൽ അവിടെ പാർട്ട് A നമ്പർ ഇട്ട് എഴുതണം, അവസാനം എഴുതുന്നെങ്കിൽ. പിന്നെ ഒരു ക്വസ്റ്റ്യനും ഒമിഷൻ ചെയ്യുക, അതായത് എഴുതാതിരിക്കരുത്. ഒന്നും എഴുതാതിരിക്കരുത്. എന്തെങ്കിലും എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം ജയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ജയിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും മാർക്ക് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും എഴുതണമല്ലോ. പിന്നെ ഞാൻ അടുത്ത പറയുന്നത് ആർട്ടിസ്റ്റിക് റൈറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്. അത് നമ്മുടെ കൈയക്ഷരം, പിന്നെ നമ്മൾ എഴുതുന്ന ശൈലി, എഴുതുന്ന രീതി, പിന്നെ എത്രമാത്രം സ്പേസ്, ഇതൊക്കെ നോക്കി തന്നെ കൃത്യമായിട്ട്, അതായത് താങ്കളുടെ പേപ്പർ എടുത്താൽ നോക്കാൻ ഒരു അധ്യാപകന് അതിൻ്റേതായ ഒരു ചാരുത അല്ലെങ്കിൽ ഒരു മനോഹാരിത ആ പേപ്പറിൽ ഉണ്ടാവണം. അങ്ങനെ എഴുതുക. പിന്നെ എസ്സേ റൈറ്റിങ്സിൽ ഏതെങ്കിലുമൊക്കെ കൊട്ടേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊട്ടേഷൻ ആദ്യം എഴുതണം. ഫോർ എക്സാമ്പിൾ, ഗാന്ധിജി പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, ബൈ ഗാന്ധി. അപ്പം അത് ഒന്ന് എഴുതിയിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാം. അത് ഏത് സബ്ജക്റ്റിന് ഉപയോഗിക്കാം, അതാണ് എൻ്റെ സീക്രസി. കാരണം നമ്മളൊരു അരിസ്റ്റോട്ടലിൻ്റെ ഒരു കൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചു, അല്ലെ പ്ലേറ്റോയുടെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചു, അത് പഠിച്ച് വെച്ച് എല്ലാ വിഷയങ്ങൾക്കും നമുക്കത് അപ്ലൈ ചെയ്യാം. അതൊരു കൊട്ടേഷനൊക്കെ എഴുതി മനോഹരമായിട്ട് എസ്സേ ഒക്കെ എഴുതുക. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത്, നാളത്തെ ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് ശരിയാക്കി വെക്കണം. രാവിലെ പോയി തേക്കാനും നിൽക്കരുത്. അത് പേരൻസിനോട് ഞാൻ പറയണത്. ഇതുവരെ അലക്കാത്ത ഡ്രസ്സുണ്ടെങ്കിൽ അലക്കി വെയിലത്തിട്, എന്നിട്ട് കൃത്യമായിട്ട് തേച്ച് വൃത്തിയാക്കി വെയിലത്തേക്ക് ഇട്ട് അസ്വസ്ഥയില്ലാത്ത ഡ്രസ്സായിട്ട്, ലൂസ് ഡ്രസ്സാണ് നല്ലത് പരീക്ഷയ്ക്ക്. ഒരുപാട് ഇറുങ്ങിയ ഡ്രസ്സിനേക്കാൾ നല്ലത് ലൂസ് ഡ്രസ്സാണ്. പിന്നെ എന്തെല്ലാം ഉപകരണങ്ങളാണ്, 2 പേനയെങ്കിലും മിനിമം കയ്യിരിക്കട്ടെ. പിന്നെ റബ്ബറുണ്ടല്ലോ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറയും മൈക്ക് റബ്ബർ, തുടർ റബ്ബർ എന്നൊക്കെ പറയത്തില്ലേ, ആ റബ്ബർ നിങ്ങളുടെ കയ്യിരിക്കട്ടെ. ഒരു ചെറിയ ബ്ലേഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ബ്ലേഡ് എന്തിനാണെന്നറിയാമോ? ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ചുരണ്ടിക്കളഞ്ഞ് നമുക്കത് ശരിയാക്കിയിടാൻ സാധിക്കും. പിന്നെ ടൈം മാനേജ്മെൻറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ 2 മണിക്കൂർ പരീക്ഷയ്ക്കകത്ത് ഇതെങ്ങനെ തീർക്കും? പല കുട്ടികൾക്കും പറ്റുന്നത് ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കത്തില്ല. ഇപ്പം നമ്മളൊരു എസ്സേ 4 പേജ് എഴുതിക്കൊണ്ടിരുന്നാൽ ബാക്കി വിട്ടുപോയാൽ മണ്ടത്തരമാണ്. എസ്സേക്ക് ഇത്ര മിനിറ്റ്, അത് ആ മിനിറ്റിനകത്ത് തീർക്കണം. അത് നീട്ടി എഴുതിയാലും 8 മാർക്ക് അല്ലെ 10 മാർക്കുകൾ കിട്ടത്തില്ല. അപ്പോൾ ബാക്കി വിട്ടിട്ട് ഇത് എഴുതിക്കൊണ്ടിരുന്നാൽ അത് മണ്ടത്തരമാണ്. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് തോന്നിയാൽ ഒരു സ്കെയിൽ എടുത്ത് വെച്ച് അതിൻ്റെ അടിയിലൊരു വരയിട്ടേക്കുക. അത് സ്കെച്ച് വെച്ച് വരയിടാം. പച്ചയും ചുവപ്പും ഉപയോഗിക്കായിരുന്നു. മതി. സ്കെച്ചുണ്ട്, സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് വരയിടാം. പിന്നെ ഇൻവിജിലേറ്ററോട് വെറുതെ ചൂടാവാനോ വഴക്കുണ്ടാക്കാനോ നിൽക്കേണ്ട. അത് നിങ്ങളുടെ സ്കൂളിലെ ഇൻവിജിലേറ്റർ ആയിരിക്കത്തില്ല. +2 +1 ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആയാൽ പോലും എങ്ങനെ ആയാലും സാരമില്ല, ആരായാലും കുഴപ്പമില്ല. അവരുടെ ചൂടാവാനോ വഴക്കുണ്ടാക്കാനോ നിൽക്കരുത്. അല്ല, സൗമ്യമായിട്ട് പോവുക. പിന്നെ ഏറ്റവും അവസാനം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക.
എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെയ്യാം. ആരെങ്കിലും കുട്ടികൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളാരും പിന്നിലല്ല. നിങ്ങൾക്കറിയാവുന്നത് നന്നായിട്ടങ്ങ് എഴുതി വെക്കുക. ഒറ്റ ക്വസ്റ്റ്യനും വിട്ടുകളയരുത്. പിന്നെ ഞാൻ മാതാപിതാക്കളോടൊരു കാര്യം, കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇന്ന് തന്നെ ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ ഫുഡ്, വളിച്ചതും പുളിച്ചതും ഫ്രിഡ്ജിൽ വെച്ചതൊന്നും അല്ല കൊടുക്കണ്ടേ. നല്ല ഫുഡ്, പയർവർഗ്ഗങ്ങൾ കുട്ടികളെല്ലാം കയ്യിൽ സൂക്ഷിച്ചോളൂ. പയർവർഗ്ഗങ്ങളാണെങ്കിൽ നല്ലത്. അധികം എരിവും അധികം പുളിയും വേണ്ട. മധുരം നല്ലതാണ്. ഒരു ചോക്ലേറ്റ് എങ്കിലും വായിലിട്ടുകൊണ്ട് കയറിക്കൊള്ളുക. നുണയുണ്ട വായിൽ, നാക്കിൻ്റെ അടിയിലോ മറ്റോ കിടക്കട്ടെ ഒരു ചോക്ലേറ്റ്. അതായത് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് കയറുക. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് നന്മയാണ്. മധുരം എപ്പോഴും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അപ്പം അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും, SSLC-ക്കാർക്കും +2-ക്കാർക്കും എല്ലാ നന്മകളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. പിന്നെ ക്യാമ്പസിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. അത് എഴുതിയില്ലോടി എന്ന് ചോദിക്കണ്ട. അല്ല എഴുതിയോടാന്ന് ചോദിക്കണ്ട. വേണ്ട, വിട്. എഴുതി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കൈവിട്ട് പോയി. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. ടെൻഷൻ പിടിക്കരുത്. അടുത്ത പരീക്ഷയ്ക്ക് പോവുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഇരുന്ന് നോക്കാം. ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ, ഇപ്പോഴത്തെ ഒരു കലാലയത്തിൻ്റെ പോക്കനുസരിച്ച് ഈ ലാസ്റ്റ് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും പേരൻസ് ഉൾപ്പെടെ പോകണം. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളെ വണ്ടിയെ പിടിച്ചും കൊണ്ടുപോകണം. അടിയിടാനോ ബേളം വെക്കാനോ. കഴിഞ്ഞ ദിവസം മരിച്ചുകൊണ്ട് ഒരു കൊച്ചു പയ്യൻ, അവൻ SSLC നാളെ എഴുതേണ്ടതാണ്. അപ്പോൾ പേരൻസ് ഉൾപ്പെടെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങളോടൊപ്പം പോവുക. പോയിട്ട് പരീക്ഷ കഴിയുമ്പോഴേ അവനവൻ്റെ വണ്ടിയിലോ അല്ലെ അവനവൻ്റെ കൂടെയോ ബസ്സിലോ ഓട്ടോയിലോ പിടിച്ചുകൊണ്ടങ്ങ് പോകും. വഴിയിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. ഒരു കുഞ്ഞെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ലാസ്റ്റ് പരീക്ഷയാണ് മഷി കടയാനും തല്ലാനും അടിക്കാനും തിരിഞ്ഞ് നിൽക്കാനും ഒക്കെ തോന്നുന്നത്. അത് വേണ്ട. പിന്നെ പിരിമുറുക്കങ്ങൾ വീട്ടിലുണ്ടാക്കാതിരിക്കുക. മാതാപിതാക്കൾ കൊച്ചുങ്ങളുടെ പരീക്ഷയുടെ ദിവസവും തലേന്നുമൊക്കെ വഴക്കൊക്കെ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്ന് വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ നേരത്തെ, എല്ലാ പരീക്ഷയുടെയും ദിവസം നേരത്തെ ഒന്ന് ഉറങ്ങുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഓവറോൾ ലുക്ക് നോക്കുക. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. കാരണം നമ്മൾ പരാജയപ്പെടാൻ ജനിച്ചവരല്ല, വിജയിക്കാൻ ജനിച്ചവരാണ്. അപ്പോൾ വിജയത്തിൻ്റെ പടവുകൾ നേടി ശാസ്ത്രത്തിൻ്റെ കൗതുകത്തിൽ ലോകത്തിന് എന്തെങ്കിലും നൽകാൻ തീനാളങ്ങളായ നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജോൺസൺ കരൂർ.